ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഒന്നാം വർഷ സുവോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സുവോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ ലിവിങ് വേൾഡ്, ജീവനുള്ളവയുടെ പ്രത്യേകതകൾ എന്തെല്ലാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. Biology is the branch of science which deals with the study of living organisms. ജീവനുള്ളവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ബയോളജി. അരിസ്റ്റോട്ടിൽ ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് ബയോളജി. ബയോളജി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു, ബോട്ടണി ആൻഡ് സുവോളജി. Botany is a branch of biology which deals with the study of plants. Zoology is a branch of biology which deals with the study of animals. പ്രധാനമായിട്ടും സസ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോട്ടണി അഥവാ സസ്യശാസ്ത്രം. ജീവികളെക്കുറിച്ച് പഠിക്കുന്ന ശാഖയ്ക്ക് വിളിക്കുന്ന പേരാണ് സുവോളജി അഥവാ ജന്തുശാസ്ത്രം. പ്രധാനമായിട്ടും ഇനി നമ്മൾ പഠിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, ജീവനുള്ളവയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 1. ഗ്രോത്ത്. ജീവികളുടെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഗ്രോത്ത്, വളർച്ച. Growth means increase in mass and increase in number. They are the two characteristics of growth: increase in mass and increase in number. What is the difference between plant growth and animal growth? Here, in plants, growth by cell division occurs throughout their lifespan. പ്രധാനമായിട്ടും ജീവികളിൽ ഗ്രോത്ത് എങ്ങനെ നടക്കുന്നു? പ്രധാനമായിട്ടും പ്ലാന്റ്സിൽ ഗ്രോത്ത് ജീവിതകാലം മൊത്തം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ ആനിമൽസിലാകട്ടെ ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ ഒക്കേഴ്സ് ഓൺലി അപ് ടു എ സെർട്ടൻ ഏജ്. അതായത് ഒരു പർട്ടിക്കുലർ പ്രായം വരെ ജീവികൾ വളരുന്നുള്ളൂ. പ്ലാന്റ്സിലാണെങ്കിൽ ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ ദേ ഗ്രോ. ഇതാണ് പ്രധാനമായിട്ടും പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഗ്രോത്ത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അടുത്ത ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഗ്രോത്ത്. അടുത്തത് രണ്ടാമത്തെ പ്രത്യേകതയാണ്, ജീവികളുടെ രണ്ടാമത്തെ പ്രത്യേകതയാണ് റിപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദന ശേഷി. What is mean by reproduction? Reproduction means the production of new individuals similar to the parents. പ്രധാനമായിട്ടും ജീവികൾ അവരുടെ പേരൻസിനെ പോലെ തന്നെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന അതിന് പറയുന്ന പേരാണ് റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി റിപ്രൊഡക്ഷനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും: അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റിപ്രൊഡക്ഷൻ. അലൈംഗിക പ്രത്യുൽപാദനം, ലൈംഗിക പ്രത്യുൽപാദനം. ഇനി ശ്രദ്ധിക്കുക, അസെക്ഷൽ റിപ്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻ ഫംഗൈ റിപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ബൈ പ്രൊഡക്ഷൻ ഓഫ് സ്പോർട്സ്. നമുക്കറിയാം, കൂണ് പോലുള്ള ചെടികളിലൊക്കെ പ്രധാനമായിട്ട് റിപ്രൊഡക്ഷൻ നടക്കുന്നത് ഫോർമേഷൻ ഓഫ് സ്പോർട്സ്, രേണുക്കളുടെ രൂപീകരണം വഴിയായിട്ടാണ് റിപ്രൊഡക്ഷൻ നടക്കുന്നത്. ഫോർമേഷൻ ഓഫ് സ്പോർട്സ്. ഇൻ ദി കേസ് ഓഫ് ഹൈഡ്ര വി ക്യാൻ സീ റിപ്രൊഡക്ഷൻ ബൈ മീൻസ് ഓഫ് ബഡ്ഡിങ്. പ്രധാനമായിട്ടും ഹൈഡ്രയിലൊക്കെ എങ്ങനെയാണ് റിപ്രൊഡക്ഷൻ നടക്കുന്നത്? ഹൈഡ്രയുടെ ശരീരത്തിൽ ചെറിയ ബഡ്സ്, മുകുളങ്ങൾ ഉണ്ടാവുകയും ഈ മുകുളങ്ങൾ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മാതൃശരീരത്തിൽ നിന്ന് വേർപെടുകയും അങ്ങനെ അതൊരു പുതിയ ജീവിയായിട്ട് വളരുകയും ചെയ്യുന്നു. ഇൻ ഹൈഡ്ര മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ ഈസ് ബഡ്ഡിങ്.
In the case of amoeba, we can see binary fission and multiple fission. അതായത് അമീബയുടെയൊക്കെ ശരീരം എന്താണ്? പൂർണ്ണ വളർച്ച പ്രാപിച്ചു കഴിയുമ്പോൾ ശരീരം ദ്വിവിഭജനം, രണ്ടായിട്ട് വിഭജിക്കുന്നു, ബഹുവിഭജനം, മൾട്ടിപ്പിൾ ഫിഷൻ. അങ്ങനെ അനേകം അമീബയുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് പ്ലനേറിയ. ഇൻ പ്ലനേറിയ ദി മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ ഈസ് റീജനറേഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, അതായത് പ്ലനേറിയയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ വേർപെട്ടു പോയാൽ ആ ഭാഗങ്ങൾ അതിൻ്റെ നഷ്ടപ്പെട്ടു പോയ അവയവങ്ങളെ പുനർജീവിപ്പിച്ച് പുതിയ ഒരു ഓർഗനിസമായിട്ട് മാറുന്നു. അതിന് പറയുന്ന പേരാണ് പുനരുജ്ജീവനം അല്ലെങ്കിൽ റീജനറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെക്ഷൽ റിപ്രൊഡക്ഷൻ. നമ്മുടെയൊക്കെ കാര്യത്തിൽ ഏതുതരം റിപ്രൊഡക്ഷനാണ് നടക്കുന്നത്? സെക്ഷൽ റിപ്രൊഡക്ഷനാണ്, അതായത് ലൈംഗിക പ്രത്യുൽപാദനമാണ് നടക്കുന്നത്. ഇൻ സെക്ഷൽ റിപ്രൊഡക്ഷൻ യങ് വൺസ് ആർ ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. പ്രധാനമായിട്ടും പുതിയ കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ടാകുന്നു? മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും, അതായത് പുംബീജവും അണ്ടവും തമ്മിലുള്ള സംയോജനം വഴിയാണ് പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. എക്സാമ്പിൾ മാമൽസ്. അപ്പോൾ പ്രധാനമായിട്ടും ജീവികളുടെ രണ്ടാമത്തെ പ്രത്യേകതയാണ് റിപ്രൊഡക്ഷൻ. ഇനി അടുത്ത പ്രത്യേകത, ജീവികളുടെ മൂന്നാമത്തെ പ്രത്യേകതയാണ് മെറ്റബോളിസം. വാട്ട് ഈസ് മെറ്റബോളിസം? The sum total of all the chemical reactions takes place in our body is called metabolism. മെറ്റബോളിസത്തിന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് ഉപാപചയം. അപ്പോൾ എന്താണ് മെറ്റബോളിസം? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളെയും കൂടി പൊതുവെ നമുക്ക് മെറ്റബോളിസം എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. Metabolism can be divided into two, anabolism and catabolism. മെറ്റബോളിസത്തെ നമുക്ക് രണ്ടായി തിരിക്കാം, അനബോളിസം എന്നും കാറ്റബോളിസം എന്നും, ഉപചയം എന്നും അപചയം എന്നും. ഇനി എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അനബോളിസം ആൻഡ് കാറ്റബോളിസം നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, കാറ്റബോളിസം മീൻസ് ബ്രേക്ക് ഡൗൺ ഓഫ് ലാർജർ മോളിക്യൂൾസ്. പ്രധാനമായിട്ടും ലാർജർ മോളിക്യൂൾസിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ച് സിംപ്ലർ ഫോംസ് ആയിട്ട് മാറുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റബോളിസം. വാട്ട് ഈസ് അനബോളിസം? ഇറ്റ് ഈസ് സിന്തസിസ് ഓഫ് ലാർജർ മോളിക്യൂൾസ്. അതായത് സിംപ്ലർ മോളിക്യൂൾസ് ലാർജർ മോളിക്യൂൾസ് ആയിട്ട് രൂപാന്തരം പ്രാപിക്കുന്ന ആ പ്രക്രിയയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് അനബോളിസം. അപ്പോൾ എന്തൊക്കെയാണ് കാറ്റബോളിസവും അനബോളിസവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ? അനബോളിസം കൺസ്ട്രക്റ്റീവ് പ്രോസസ്സ്. അനബോളിസം എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്റ്റീവ് പ്രോസസ്സാണ്, നിർമ്മാണ പ്രവർത്തനമാണ്. എനർജി കൺസ്യൂമിങ് പ്രോസസ്സ്. നമുക്കറിയാം ഏത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും എന്താവശ്യമാണ്? എനർജി ആവശ്യമാണ്. അപ്പോൾ അനബോളിസം കൺസ്ട്രക്റ്റീവ് പ്രോസസ്സാണ്, എനർജി കൺസ്യൂമിങ് പ്രോസസ്സാണ്. വാട്ട് ഈസ് കാറ്റബോളിസം? ഇറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സ് ആൻഡ് എനർജി റിലീസിങ് പ്രോസസ്സ്. അതായത് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് മാറുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സാണ് കാറ്റബോളിസം. ആ ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സിൻ്റെ ഫലമായിട്ട് എനർജി റിലീസ് ചെയ്യുന്നു. അപ്പോൾ കാറ്റബോളിസം ഒരു എനർജി റിലീസിങ് പ്രോസസ്സാണ്. അപ്പോൾ അനബോളിസവും കാറ്റബോളിസവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നന്നായിട്ട് പഠിക്കുക. അടുത്തത് ജീവനുള്ളവയുടെ നാലാമത്തെ പ്രത്യേകതയാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. എന്താണ് സെല്ലുലാർ ഓർഗനൈസേഷൻ? ഓൾ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വൺ ഓർ മോർ സെൽസ്. അതായത് എല്ലാ ഏകകോശജീവികളും അതുപോലെ ബഹുകോശജീവികളുടെയും ശരീരം ഒന്നോ അതിൽ കൂടുതലോ സെല്ലുകൾ കൊണ്ട്, കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ സെല്ലാണ്. അതിനാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. ഇനി അടുത്ത ജീവനുള്ളവയുടെ അഞ്ചാമത്തെ പ്രത്യേകതയാണ് കോൺഷ്യസ്നെസ്. എന്താണ് കോൺഷ്യസ്നെസ്? ഓൾ ലിവിങ് ഓർഗാനിസംസ് ഹാവ് ദ എബിലിറ്റി ടു സെൻസ് ദെയർ എൻവയോൺമെൻറ്റ് ആൻഡ് റെസ്പോണ്ട് ടു ദി സ്റ്റിമുലൈ. ജീവനുള്ള എല്ലാ ജീവികൾക്കും അവരുടെ എൻവയോൺമെൻറ്റിനെ അവർക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും.
അതുപോലെ എൻവയോൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് അവർക്ക് റെസ്പോണ്ട് ചെയ്യാനും സാധിക്കും. ആ പ്രത്യേകതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺഷ്യസ്നെസ്. പ്രധാനമായിട്ടും അതിന് എക്സാമ്പിൾ, ഹ്യൂമൻ ബീയിങ് സെൻസ് ദ എൻവയോൺമെൻറ്റ് ത്രൂ സെൻസ് ഓർഗൻസ്. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ തിരിച്ചറിയുന്നത്? പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ സെൻസ് ഓർഗൻസ് വഴിയാണ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ എൻവയോൺമെൻറ്റിനെ നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ ഇൻ പ്ലാന്റ്സ് റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ എക്സെട്ര. നിങ്ങൾക്കറിയാം പ്ലാന്റ്സ് എന്താ ചെയ്യുന്നത്? അതിൻ്റെ ബ്രാഞ്ചസ്, അതിൻ്റെ ഇലകളെല്ലാം ലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് പോകുന്നു. അതുപോലെ അതിൻ്റെ റൂട്ട്സ് എവിടെ നിന്നാണോ വെള്ളം ലഭിക്കുന്നത് ആ ഭാഗത്തേക്ക് പോകുന്നു. ഇതെല്ലാം പ്ലാന്റ്സ് കാണിക്കുന്ന റെസ്പോൺസിന് എക്സാമ്പിളാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ജീവനുള്ളവയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ? ഗ്രോത്ത്, റിപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. നിങ്ങൾക്ക് ക്ലാസ് ടോപ്പിക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായി പഠിക്കുക. ഓക്കെ.